മോനേട്ടൻ അതുമാതിരി മോനേട്ടൻ്റെ കുടുംബാംഗങ്ങൾ മറ്റേ എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ എല്ലാവരും കൂടെ ഒത്തുചേർന്നിരിക്കുകയാണ്. മോനേട്ടൻ്റെ സപ്തതി ആഘോഷമാണെന്ന് പറഞ്ഞത്. അപ്പോൾ സനാതന ധർമ്മത്തിൻ്റെ ഒരു പുസ്തകമാണ് അദ്ദേഹം ഇവിടെ ഇറക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളിൽ അകന്നു പോകുന്ന ഒരു സനാതന ധർമ്മത്തിന് തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം ഉപകരിക്കട്ടെ എന്ന് പറയുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് പഴയ കാലങ്ങളിലൊക്കെ സന്ധ്യാനാമവും അതുപോലെ തന്നെ കാലത്ത് വിളക്ക് കൊളുത്തി വൈകുന്നേരം വിളക്ക് കൊളുത്തി സന്ധ്യാനാമം ചെല്ലുന്നൊരു പതിവുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികളിൽ നിന്നും അത് അകന്നു പോയിരിക്കുകയാണ്. അത് വീണ്ടും പുനർജനിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പുസ്തകം മോനെ ഈ സപ്തതി പിറന്നാൾ ആഘോഷത്തിന് തന്നെ ഇവിടെ പ്രകാശനം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇന്നലെയാണ് എന്നെ മോനേട്ടൻ വിളിച്ചത്. 2-3 ദിവസമായി എന്നെ വിളിക്കുന്നുണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. നല്ല തിരക്കാണ്, ഇന്ന് ഓണത്തിൻ്റെ നല്ല തിരക്കാണ്. എന്നാലും മോനേട്ടൻ വിളിച്ചപ്പോൾ എനിക്കത് ഒഴിവാക്കാൻ പറ്റാത്ത കാരണമാണ് ഞാനിവിടെ വന്ന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ആരോഗ്യ സൗഖ്യം നമ്മുടെ മോനേട്ടനും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ വളരെ ചെറിയ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അവരെ പറ്റി പരിചയപ്പെടാനും കാണാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് വന്നു, അല്ലാണ്ട് അതില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും വീട്ടിലെ ബന്ധുക്കളെ അവരെയൊക്കെ നമ്മൾ അറിയുകയാണ്. ഇപ്പോൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ സ്റ്റേജ് മേഖല നോക്കി TV നോക്കിയിട്ട് വേഗം തിരക്കി അവിടെ പോയി അത് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞുകൊണ്ട് ഓടിപ്പോയി വീണ് കൈയും കാലും ഒക്കെ പൊട്ടിയിട്ട് ഭക്ഷണം കഴിച്ച് വരുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളുടെ കുടുംബത്തിലുള്ള എൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിലുള്ള ആൾക്കാർ, പിന്നെ എൻ്റെ കൂടെ എപ്പോഴും വരുന്ന എൻ്റെ സനാതന ധർമ്മ നവോത്ഥാന സമിതി ഒരു സംഘടനയുണ്ട്, അതിലത്തെ ഒരു 4 ആൾ, പിന്നെ അതുപോലെ പ്രവീൺ, അവരൊക്കെ കുടുംബമാണ്. അതെ, അങ്ങനത്തെ മറ്റേ ആൾക്കാർ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. കാരണം അതല്ലാണ്ട് ഒരു വെറുതെ ആരെങ്കിലുമൊക്കെ തിരക്കിന് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഹോളൊക്കെ വെച്ച് അങ്ങനത്തെ വിദ്യാതിരുന്നത്. അപ്പോൾ ഇത് എല്ലാവരും വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പിന്നെ ഒരു പരിപാടി ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ എല്ലാം കുടുംബത്തിൽ ചെയ്യും പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വന്നെങ്കിലും ചെയ്യണ്ടേ. അപ്പോൾ അതിനാണ് നമ്മൾ ഭഗവത്ഗീത ഭഗവത്ഗീത ഒരു കോമ്പറ്റീഷൻ എല്ലാ വർഷവും ഇപ്പോൾ നടത്താറുണ്ട്. അത് 1ാം സമ്മാനം വരുന്നത് 25,000 രൂപ കൊടുത്തിട്ട് കഴിഞ്ഞ 2 വർഷം നടത്തി. ഈ വർഷം നമ്മൾ നടത്തുന്നത്, ഈ വർഷം നമ്മൾ 25,000 രൂപ 1ാം സമ്മാനമല്ല കൊടുക്കുന്നത്, 1ും 2ും 3ും ആക്കിയിട്ട് കൊടുക്കണം. കാരണം പലരും അങ്ങനെ ഒരാൾക്ക് 25,000 കൊടുത്ത് പിന്നെ 2ാമത്തെ ആൾക്ക് 1000 രൂപ ആകുമ്പോൾ ശരിയില്ല. അവിടെ അതുകൊണ്ട് മാറ്റിയിട്ട് 10, 8, 5 അങ്ങനെ ആക്കിയിട്ട് ഡിസംബർ 25 നമ്മൾ ഭഗവത്ഗീത വെക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവാനും എങ്ങനെ കുട്ടികളെ വളർത്തണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മഹാന്മാരാണ് ആരാണ്, അങ്ങനെയൊക്കെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു 12 ആളുടെ മൊത്തം സഹായം വാങ്ങിച്ചിട്ട് അവരെ കൊണ്ട് എഴുതി ഒരു പുസ്തകം ഉണ്ടാക്കിയിട്ടുണ്ട്. സനാതന ധർമ്മം രക്ഷിതാക്കൾക്കുള്ള കൈപ്പുസ്തകമുണ്ട്. ആ പുസ്തകം ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ തരുന്നതാണ്. കുടുംബത്തിനുണ്ട്, അതിനാരും പൈസ തരേണ്ട ആവശ്യമില്ല. ഈ പുസ്തകം എല്ലാവരും കൊണ്ട് വായിക്കുക. മലയാളത്തിലുള്ള പുസ്തകമാണ്. അക്ഷരം ആ ഈ തൊട്ടിട്ട് അതിൽ നമ്മുടെ അശ്വതി ഭരണി, ആഴ്ചകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഓണം, വിഷു, തിരുവാതിര, അതിനെക്കുറിച്ച് ശങ്കരാചാര്യർ, നാരായണഗുരു, അങ്ങനത്തെ കുറേ ആൾക്കാരെ കുറിച്ചൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം വേണമെന്ന് ഉദ്ദേശിച്ചാൽ ഇനി സനാതന ധർമ്മം പറഞ്ഞാൽ എന്താണെന്ന് ഉണ്ട്. ഇനിയിപ്പോൾ അതിൽ വല്ല മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ 2ാമത് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഒരു പ്രകാശനം കൂടി നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ അതിന് പുറമേ ആയിട്ട് ഞാൻ ഈ പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്തെ രാമാനുജനെ.
രാമാനുജൻ എഴുത്തച്ഛൻ അങ്ങനെ എഴുതുന്നത് ഡെഡിക്കേറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മുടെ മലയാള ഭാഷ 56 അക്ഷരം ഉണ്ടാക്കി തന്നത് അദ്ദേഹം. ബാക്കി വട്ടെഴുത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ട് മലയാളത്തിന് സ്റ്റാൻഡേർഡ് ആക്കി തന്നിട്ടുള്ള അദ്ദേഹത്തിന് ഒരു പ്രതിമ വയ്ക്കാൻ വേണ്ടിയിട്ട് തിരൂര് നോക്കിയപ്പോൾ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. കാരണം അവിടെ പ്രതിമ വെച്ചാൽ ശരിയാവില്ല കൊണ്ട് പല രാഷ്ട്രീയ പാർട്ടിയിലും കളിച്ചിട്ട് ഇന്നേ കാര്യത്തിൽ പ്രതിമ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ സനാതന ധർമ്മ നവോത്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാവരും സഹായത്തോട് കൂടിയിട്ട് നമ്മൾ തുഞ്ചത്ത് എഴുത്തച്ഛനെ ഒരു പ്രതിമ ചിറ്റൂർ സ്ഥാപിക്കാൻ പോവുകയാണ്. അതിന് നിങ്ങളെല്ലാവരും സഹകരണം വേണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ മെമ്പറാവാം. മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മെമ്പറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും അതിൽ 100 രൂപ തരേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ചാണ് എനിക്കതിൽ താല്പര്യമില്ല എന്ന് ആരും നാളെ പറയാൻ പാടില്ല. അതിന് വേണ്ടിയാണ് വേണ്ട ആൾക്കാർക്ക് മാത്രം പറഞ്ഞത്. എന്തായാലും നമ്മളതൊരു 101 ആളുടെ ഒരു കമ്മിറ്റി ഉടൻ തന്നെ ഉണ്ടാക്കി നമ്മൾ അടുത്തൊരു എൻ്റെ ഒരു പ്രോജക്റ്റായിട്ട് നമ്മൾ ചിറ്റൂരിൽ തന്നെ തുഞ്ചത്തെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ ആരും നമ്മുടെ പ്രവീണിൻ്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കാരണം അത് തുഞ്ചത്ത് വെച്ചിനോട് എന്താ അത്ര സ്നേഹം പലരും ചോദിച്ചപ്പോൾ നമ്മളുടെ എഴുത്തുകാരിലെ ഏറ്റവും വലിയ നമ്മൾ എല്ലാ ദിവസവും വായിക്കുന്ന അല്ലെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ് രാമായണം. ഈ രാമായണം നമ്മൾ പുസ്തകം ആദ്യം എടുത്താൽ ആദ്യം വായിക്കുന്ന വരികൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? സാനന്ദരൂപം സകലപ്രബോധം ആനന്ദധാനാമൃത പാരിജാതം മാനുഷ്യ പത്മേഷു രവിസ്വരൂപം പ്രണാമി തുഞ്ചത്തൊരു മാര്യപാദം. അത് ആ തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. അപ്പോൾ നമ്മളങ്ങനെ എല്ലാവരും പറയുന്ന ആ ഒരു തുഞ്ചത്ത് എഴുത്തച്ഛന് കേരളത്തിലൊരു ഒരു നല്ലൊരു എന്താ പറയുക സ്മാരകം ഇല്ലെങ്കിൽ അത് നമുക്കൊക്കെ എല്ലാം മോശം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനെ പ്രത്യേകിച്ച് മോനേട്ടൻ്റെ സഹായം വേണം. ചിറ്റൂരിൽ വേറെ ആൾക്കാരൊന്നും അധികമില്ല. ഗോപി കേട്ടില്ലല്ലോ. ഭാവിക്ക് അമ്മയാണ്. എനിക്ക് വരാൻ 2010 മുതലുള്ള അടുപ്പമാണെങ്കിൽ നല്ലൊരു ബന്ധം കിട്ടിയെന്നുള്ളതിലും 2 മക്കളെ നല്ലതായി വളർത്തി എന്തായാലും എല്ലാവരുടെ കാര്യത്തിലെല്ലാം വളരെ വേണ്ടതുപോലെ ഒക്കെ ചെയ്തു എന്നുള്ളത് മോനും ഇങ്ങനെയൊരു നല്ലൊരു ബന്ധം കിട്ടിയതിൽ ഞാൻ ഒരു സന്തോഷവും ആശയ്ക്കും എല്ലാവിധ മംഗളാശംസകളും വരുന്നു. അച്ഛനെന്നതിലുപരി അച്ഛൻ വളരെ നല്ലൊരു വ്യക്തിയാണ്. ആ കാര്യത്തിലാണ് എനിക്ക് അച്ഛനെ വളരെ ഇഷ്ടം. അച്ഛൻ്റെ റിലേറ്റീവ്സ് ആയാലും ആരായാലും അച്ഛനെല്ലാവരും ഭയങ്കര കാര്യമാണ്. അപ്പോൾ അവരെങ്ങനെയാണെന്ന് അച്ഛൻ നോക്കാറില്ല. അതായത് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാലും അച്ഛൻ ഭയങ്കര എന്താ പറയുക, പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്. പെട്ടെന്ന് എന്തെങ്കിലും പറയും. പക്ഷെ അതോടെ കഴിഞ്ഞു. അതിനപ്പുറം അത് അച്ഛൻ ഒരിക്കലും കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് അച്ഛന് എല്ലാ ആൾക്കാരും അവർക്ക് വേണ്ടി മാക്സിമം അച്ഛൻ ചെയ്യും. അപ്പോൾ ആ ഒരു ക്വാളിറ്റി വളരെ കുറച്ച് കാണാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാണ്. അതുപോലെ എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ, അതായത് ഒരു പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ നടത്താനും അറിയാം. അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. അത് അച്ഛൻ സ്വയം എന്തെങ്കിലും ക്രെഡിറ്റ് വേണമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ അതിന് അച്ഛൻ എന്തെങ്കിലും ആഗ്രഹം ചെയ്യുന്നല്ല. ഒരു കാര്യം നടത്തണം തോന്നിക്കഴിഞ്ഞാൽ അച്ഛൻ അത് വൃത്തിയായി നടത്താനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അറിയാം. ഈ ഒരു ക്വാളിറ്റികൾ വളരെ അച്ഛന് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ്. പാടില്ല. ഒന്നാമത് എല്ലാവർക്കും എൻ്റെ വക ഞങ്ങളുടെ വക ഓണാഘോഷാശംസകൾ. ഓണം തുടങ്ങിയിരിക്കുന്നു. പിന്നെ ഞാനായിട്ട് സ്വയം പറയാൻ പറ്റുക എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ കുറച്ച് പൊക്കി പറയുന്ന പോലെ ആയിരിക്കും. പിന്നെ അമ്മയും കൂടെ വരും. എന്നാലും ചിങ്ങമാസത്തിൽ 1000 അച്ഛൻ്റെ പിറന്നാളും സ്വാതിയിൽ നമ്മുടെ പിറന്നാളും കൂടെയാണ്. അപ്പോൾ 2 പേർക്കും ഞാൻ പിറന്നാൾ ആശംസകൾ. നിങ്ങൾ ദീർഘായുസ്സോടിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. പിതൃതുല്യനായ എൻ്റെ സഹോദരന് എല്ലാവിധ ജന്മദിന ആശംസകൾ ആദ്യമായിട്ട് ഞാൻ നേരുന്നു. പിതൃതുല്യൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം സഞ്ചരിച്ച് എന്നെ എപ്പോഴും ഇങ്ങനെ ഈ LICയുടെ ഒരു ചിഹ്നമുണ്ട്, ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്. അതുപോലെ വളരെ ചെറുപ്പം മുതൽക്ക് 2ാം ക്ലാസ്സിൽ എന്നെ ക്ലാസ്സിൽ കൊണ്ടിരുത്തിയത് എൻ്റെ ഏട്ടനാണ്. അപ്പോൾ അന്ന് മുതൽക്ക് തുടങ്ങി എന്നും എന്നിൽ എപ്പോഴും ഒരു കണ്ണുണ്ട് പുള്ളിക്ക്. അപ്പോൾ എനിക്ക് പറയാൻ വാക്കുകളില്ല. എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എനിക്കല്ല. അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയപ്പോൾ പുള്ളി പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് കട്ട് ചെയ്ത് അയച്ചതാണ് എൻ്റെ കരിയർ. അതായിരുന്നു അതിന് നിദാനം. അപ്പം ഞാൻ വളരെ ഇമോഷണലാണ്.
അദ്ദേഹത്തിന് വളരെ എല്ലാവരോടും, കുടുംബത്തിലെ എല്ലാവരോടും ഒന്നിച്ച് എല്ലാവരെയും സ്നേഹിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ പൊതുപ്രവർത്തനം എന്നുള്ളത് അച്ഛൻ്റെ വഴി കൂടെ കിട്ടിയാണെങ്കിലും കുടുംബത്തിൻ്റെ മുഴുവൻ കാര്യങ്ങൾ സ്വയം ആർജിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും കർമ്മനിരതനായിരിക്കുക. ഞങ്ങൾ ജ്യോത്സ്യന്മാർ, ഞാനൊരു ജ്യോത്സ്യനാണ്, അദ്ദേഹം ജ്യോത്സ്യം പഠിച്ച ആളാണ്. അപ്പോൾ പറയാറുണ്ട് ഈ കാളസർപ്പയോഗത്തിന് എന്താ ദോഷം പറയും. അപ്പോൾ കാളസർപ്പയോഗത്തിൻ്റെ യോഗം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കർമ്മനിരതനായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും പുള്ളി കർമ്മനിരതനാണ്. അതുപോലെ തന്നെ ഇനിയും ഒരു 2-3 പതിറ്റാണ്ട് അദ്ദേഹം ഇതേപോലെ കർമ്മനിരതനാകട്ടെ, എനിക്കെന്നും താങ്ങും തണലുമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് ഐ എം സോ ഫോർച്ചുനേറ്റ് ടു ഗെറ്റ് ഹിം ആസ് മൈ ബ്രദർ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഏട്ടൻ എനിക്കല്ല, എൻ്റെ വീട്ടിലെല്ലാവരുടെയും എല്ലാ നല്ല കാര്യങ്ങളിലും ഏട്ടനാണ്. ഏത് കാര്യത്തിനും ഏട്ടൻ ഉണ്ടാവും. എന്തൊരു കാര്യം ചോദിച്ചാലും ഏതൊരു കാര്യത്തിനും ഏട്ടൻ എത്ര ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റിക്ക് പോകുമ്പോൾ ഏട്ടൻ്റെ കാലിന് കുഴപ്പമായി, നടക്കാൻ വയ്യായിരുന്നു. നോണ്ടിയിട്ട് ഏട്ടൻ വന്ന് വന്നത്. എന്നിട്ട് എൻ്റെ കൂടെ വന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങോട്ട് നടന്നിട്ട് എന്നിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ ഏത് കാര്യത്തിനും എനിക്കൊരു ഐ സ്പെഷ്യലിസ്റ്റ് കാണിക്കാൻ എനിക്ക് കാണിക്കേണ്ട ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ഏട്ടനെ എന്നെ 8 പ്രാവശ്യം കൊണ്ടുപോയി. വേറെ ആരും കാണിക്കാതെ നീ പറഞ്ഞ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ഏത് കാര്യത്തിനും ഏട്ടനുണ്ടാകും. ചേട്ടനെ ആദ്യം കാണുന്നത് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴാണ്. ചേട്ടനും അനിയനും കൂടി വന്നതാണ്. അപ്പൊ തന്നെ ചേട്ടൻ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അനിയന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്നോട് കുക്കിംഗ് അറിയുമെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അറിയില്ല, അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഈ പറഞ്ഞ പോലെയാണ്, എനിക്ക് ജ്യേഷ്ഠനില്ല, എനിക്ക് അനിയനാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും ചേട്ടൻ്റെ കാര്യം പറയും. അത് അവർ പറഞ്ഞ പോലെയാണ്, ഭയങ്കര ഇമോഷണലാവും. അത്ര ഇഷ്ടമാണ് ഏട്ടൻ എന്ന് പറഞ്ഞത്. തല്ലൂടൊക്കെ ചെയ്യും ചിലപ്പോൾ, അത് വേറെ കാര്യം. പക്ഷെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഇതാണ്. എപ്പോഴും പറയും, എൻ്റെ അച്ഛൻ പറയും, നിങ്ങൾ എന്തെങ്കിലും വഴക്കൂടുമ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും അങ്ങ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ദിവസമേ വ്യത്യാസമുള്ളൂ, എന്നാൽ പോലും അവരത്ര സ്നേഹമാണ്, അങ്ങനെ പറയും. അപ്പോൾ അതുകൊണ്ട് ചേട്ടനോട് എപ്പോഴും ഭയങ്കര ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട് ആൾക്കുള്ളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കുമുണ്ട്. അപ്പോൾ ചേട്ടനെ എല്ലാവിധ ഇനിയും ദീർഘായുസ്സെന്ന് ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അന്നൊക്കെ ക്ഷണം അനുസരിച്ച് വന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളു. ഓം സമിദ്ദിവസേ വിഷന്നഗ്നേ വിശ്വന്യരായിളസ്പദേ സമിദ്യസേ സനോ വസൂന്യാഭര സംഘശ്ചധ്വം സംവദധ്വം സംഭോ മനാംസി ജാനതാം ദേവാഭാഗം യഥാ പൂർവേ സംജാനാനാ ഉപാസതേ സമാനോ മന്ത്രസ്സമിതി സമാനീ സമാനം മനസ്സഹചിത്തമേഷം സമാനം മന്ത്രമവിമന്ത്രയേവ സമാനേന ഗോഹവിഷാജുഹോമി സമാനീവ ആഗൂലി സമാനാഹൃദയാനിവ സമാനമസ്തു ഗോ മനോ യഥാ വസ്തു സദി. മോഹൻദാസിനും ഭാര്യയ്ക്കും മകനും കുട്ടികൾക്കും മകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു, ദീർഘായുസ് നേരുന്നു, ആശയ്ക്ക് ദീർഘമംഗല്യം നേരുന്നു. മോഹൻദാസിന് വേണ്ടി അനവധി വർഷങ്ങൾ കൂടാനുള്ള അവസരം ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോഹൻദാസിന് ഞങ്ങളുടെ നല്ല സുഹൃത്താണ്. പാലക്കാട് എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. തീർച്ചയായും ഇന്നത്തെ ഈ സുദിനം ജന്മദിനത്തിന് എല്ലാ ആശംസകളും നേരും. എല്ലാ ആശംസകളും എല്ലാവർക്കും. മോഹൻദാസിന് ആരോഗ്യവും നല്ല ദീർഘായുസും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അതേപോലെ മോഹൻദാസിൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ിലൂടെ കന്നഡ ബാങ്കിൽ ജോലി ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് സനാതന ധർമ്മ പ്രവർത്തന സമിതിയുടെ ടീമിലേക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് ഗീതാ മത്സരം.
വർഷങ്ങളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് ഗീതയ്ക്കും മാഷിക്കും ദീപുവിനും ശ്രീരാമനും കുടുംബത്തിന് എല്ലാവർക്കും ആയുരാരോഗ്യ സഖ്യം നേടുന്നു. മോഹൻദാസ് വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനത്തിന് എൻ്റെ ഹൃദയംഗമായിട്ടുള്ള ആശംസകൾ ഒരുപാട് വർഷത്തെ പരിചയം, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഇടപെടുന്നതായിരുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും എല്ലാവർക്കും ആയുർവേദം നൽകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. മോഹൻദാസ് ഒരു വർഷത്തിലേറെയായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനസൂര്യയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പിന്നെ എൻ്റെ ചാനലിൽ തന്നെ പല വീഡിയോസും എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം പല കാര്യങ്ങളും സമൂഹത്തിൽ അറിയിക്കാൻ പറ്റിയിട്ടുണ്ട്. പലതിനും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പല ലക്ഷ്യങ്ങളിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മഹത്തരമായ ദിവസത്തിലൂടെ എത്താൻ പറ്റിയെന്നുള്ളതന്നെ വലിയ കാര്യം. ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ അദ്ദേഹം എന്നോടും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ എൻ്റെയും ഭാരതീയ സയൻറ്റിഫിക് ടെമ്പിൾ ട്രസ്റ്റിൻ്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്.